അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള മിഡ് വീക്ക് എവിക്ഷൻ അല്ല, മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിന്റെ ആദ്യത്തെ ടാസ്ക് നടന്നിരിക്കുകയാണ്. ഈ ടാസ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച് എന്താന്ന് വെച്ചാൽ അനീഷിന്റെ ഒരു ഗെയിമും, അതുപോലെ തന്നെ അനീഷാണ് ആ ഗെയിമിൽ ഇപ്പം ഏറ്റവും പിന്നിൽ, ഒരു പോയിന്റുമായി ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്. അതായത് എവിക്റ്റ് ആകാനുള്ള ചാൻസ് ഇപ്പോൾ നിൽക്കുന്നത് അനീഷിനാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം അനീഷ് എവിക്റ്റ് ആവോ ഇല്ലയോ എന്ന്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും താഴെ വന്ന് ഈ വ്ളോഗിന് താഴെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കണം. നമുക്ക് താമസിക്കേണ്ട റിവ്യൂയിലോട്ട് പോവാം. നമുക്ക് റിവ്യൂ ഫസ്റ്റ് നടന്ന കാര്യങ്ങൾ, എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്ന കാര്യങ്ങൾ തൊട്ട് നമുക്ക് റിവ്യൂ ചെയ്തിട്ട് നമുക്ക് ആ ടാസ്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളിലൊക്കെ നമുക്ക് പോവാം. ആദ്യം തന്നെ നമ്മുടെ മോർണിംഗ് സോങ് ആണ്. മോർണിംഗ് സോങ്ങിന് എല്ലാവരും ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമ്മുടെ കിച്ചൺ അടി തുടങ്ങുകയാണ്. ആ ഫസ്റ്റ് അടി തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരോ ഒരാൾ, എനിക്ക് തോന്നുന്നത് ജിസയിലോ ആരോ ഒരാൾ നമ്മുടെ അവൻ ഇല്ലേ, അവനാണെങ്കിൽ അവൻ എന്ന് വെച്ചാൽ ഓവനാണെങ്കിൽ തുറന്നിട്ട് അടയ്ക്കാൻ പറഞ്ഞു. അപ്പം അത് അനീഷ് ഒരു ആഗോള പ്രശ്നമാക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് തിരക്കായി. അനീഷിന്റെ കാര്യം അറിയാലോ, ഒരു കച്ചിത്തിരുമ്പ് കിട്ടി അത് വെച്ച് തുടങ്ങിക്കോളും. അങ്ങനെ വലിയൊരു ബഹളം അനീഷ് അവിടെ ഉണ്ടാക്കുമ്പോൾ ഉടനെ ചെന്നിട്ട് ആൾക്കാരൊക്കെ അന്വേഷിച്ച് പോകുന്നുണ്ട് എന്താ അത്ര ബഹളം ഉണ്ടാക്കുക. അപ്പോൾ അനീഷ് പറയുന്നത് കിച്ചൺ ടീമിന്റെ കാര്യങ്ങൾ കിച്ചൺ ടീമിൽ ഞങ്ങൾ നോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. കിച്ചണിലെ കാര്യങ്ങൾ കിച്ചൺ ടീം നോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ചോദിക്കാൻ വന്നവര് ആര് വെറും ഫൂളായി. അങ്ങനെ ഇത് അനീഷിന്റെ കൂടെ എല്ലാരും കൂടെ അവിടെ നിപ്പുണ്ട്. കിച്ചൺ ടീമിൽ എല്ലാരും കൂടെ അനീഷിന്റെ കൂടെ നിപ്പുണ്ട്. പക്ഷെ ഇവര് കിച്ചൺ ടീമിലുള്ളവർ തന്നെ അനീഷിന് എഗെയിൻസ്റ്റ് ആയിട്ടും മാറുന്നത് നമ്മൾ കണ്ടതാണ്. ഇതായിരുന്നു ഫസ്റ്റ് ആ ഒരു തുടക്കത്തിൽ. അതിനുശേഷമാണ് നമ്മുടെ ബിന്നി സെബാസ്റ്റ്യൻ ഒരു ഷോട്ട് ഇടുന്നത്, അതായത് ഒരു വെടി പൊട്ടിക്കുന്നത്. കാരണം ഇവർ ഈ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ പറ്റാതിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുക്കിംഗ് ടീം പക്ക ഫ്ലോപ്പ് എന്ന് വെച്ചാൽ പക്ക ഫ്ലോപ്പാണ്. ലൈവ് കണ്ടവർക്ക് അറിയാം പ്രോപ്പറായിട്ടല്ല അവർ കുക്ക് ചെയ്യുന്നത്. അവർ ഒരുപാട് സാധനങ്ങൾ, കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ അവർ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്. കാരണം മോർണിംഗിലും അതുപോലെ തന്നെ ചോറൊക്കെ അടി പിടിച്ചു പോയി, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും ഈ അനീഷിനെ വെറുതെ ഷാനവാസ് എടുത്ത ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് അനീഷിനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയതാണ്. കാരണം എന്താന്ന് വെച്ചാൽ അനീഷിനെ ഒന്നും അറിയില്ല. അനീഷ് ചുമ്മാ തെക്ക് വടക്കേണ്ട കവാത്ത് നടത്തും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന, കാല് നീട്ടി നടക്കുന്നതല്ല. അനീഷ് ഒന്നും ചെയ്യുന്നില്ല. മാക്സിമം അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇപ്പൊ മാനേജ് ചെയ്യുന്ന ജിസയിലാണ്. സീരിയസ്ലി ജിസയിൽ. അനീഷ് വെറുതെ ചുമ്മാ നാക്കിട്ടടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കണ്ടറാക്കി അടിച്ചും നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് മര്യാദയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സീരിയസ്ലി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അപ്പം അനീഷിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, അനീഷ് ചെയ്ത തെറ്റുകൾ അനീഷിന് സമ്മതിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു വിഷയം കൂടെ ഉണ്ട്. അനീഷ് ഇപ്പോഴും ആ ഓവറായിട്ട് മറ്റുള്ളവരെ ട്രിഗർ ചെയ്ത് തന്നെയാണ് അനീഷ് അവിടെ ഗെയിം കളിക്കുന്നത്. പക്ഷെ അനീഷ് നല്ലൊരു ഗെയിം പ്ലാൻ ഉണ്ട്. പക്ഷെ അനീഷ് അത് കളഞ്ഞു കുളിക്കും. കാരണം എന്താന്ന് വെച്ചാൽ, ഓരോരുത്തരും ആദ്യം അനീഷിനെ സപ്പോർട്ട് ചെയ്തവരൊക്കെ നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ കാണാം. അനീഷിനെ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്തവരെല്ലാം ഫസ്റ്റ് ഡേ, അതായത് ഡേ 1, അതായത് കഴിഞ്ഞ മൺഡേയിലെ എപ്പിസോഡിൽ, ഈ കഴിഞ്ഞല്ല ഫസ്റ്റ് ഡേ മൺഡേയിലെ എപ്പിസോഡിൽ എല്ലാവരും അനീഷിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ അനീഷിന് ഇപ്പം ഓവറാണെന്ന് പറഞ്ഞ് അനീഷിനെ ഇറക്കി വിടുമെന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. നോക്കാം അനീഷ് പോവോ ഇല്ലേ എന്ന്. ഏതായാലും അനീഷിന്റെ പ്രശ്നം ഇതാണ്. അപ്പോൾ ആ ഒരു അടി ഇവിടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബിന്നി വരികയാണ്. ബിന്നി പറയാണ്, അവര് സംസാരിച്ചോണ്ടല്ലേ, അവര് തുപ്പല് തെറിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിന്നി അവിടെ ഒരു ചെറിയ ഒരു പണി കൊടുക്കുന്നുണ്ട്. അപ്പം അതങ്ങ് ഒരു തീപ്പൊരി കൊടുത്തു, അതങ്ങ് കത്തിക്കേറിയാണ് പിന്നെ കണ്ടത്. പിന്നെ അത് ഷാനവാസാണല്ലോ ക്യാപ്റ്റൻ. ഷാനവാസ് പോയിട്ട് കിച്ചൺ ടീമിനോട് പറയാണ്, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്യുന്നത് തുപ്പല് തെറിക്കുന്നുണ്ടെന്ന് ഹൗസ് മേറ്റ്സ് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങി അടി. അവിടെ ഈ അക്ബറിന് ഷാനവാസിനെ കണ്ടുവിടാം. അപ്പൊ അക്ബർ അത് കയറി കൊളുത്തി. പിന്നെ അതങ്ങോട്ട് ഫയറായിട്ട് ഇവർ തമ്മിൽ അടിയായി, പ്രശ്നമായി. ഇതിൻ്റെ ഇടയ്ക്ക് ഒനീൽ കയറി വരുന്നുണ്ട്. ഒനീലും ഇതിന്റെ ഭാഗമായി അടിയായി. അങ്ങനെയാണ് അക്ബർ എന്ത് ചെയ്യുന്നത്, ആ ബാഡ് വേർഡ്, അതായത് ആ ഒരു തെറി വിളിക്കുന്നത്. അക്ബർ അവിടെ തെറി വിളിക്കുന്നുണ്ട്.
ശരിക്കും പറഞ്ഞാൽ അത് അക്ബർ യൂസ് ചെയ്ത വാക്ക് തെറ്റാണ്. എന്നിരുന്നാൽ പോലും ഇതിന്റെ ഏറ്റവും വലിയ ലൈവ് കണ്ടവർക്കടെ ഏറ്റവും വലിയ രസം ഒണിയിൽ പോയി കംപ്ലൈന്റ് ചെയ്തിട്ട് ആ വാക്കിനെ റിപ്പീറ്റ് ചെയ്ത് ക്യാമറയുടെ മുമ്പിൽ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. പക്ഷെ അത് ഇതിൽ കാണിച്ചില്ല, എപ്പിസോഡിൽ കാണിച്ചില്ല. ലൈവ് കണ്ടവർക്ക് അറിയാം. അങ്ങനെ ആ ഒരു അടി എവിടെ നടക്കുകയാണ്. പിന്നീട് നടന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. ഈ സമയത്ത് അക്ബറും അപ്പാനിയും കൂടെ ഒരു അടി ഉണ്ടാവുന്നുണ്ട്. അതായത് അക്ബർ അപ്പാനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് അക്ബറും അപ്പാനി അടി ഉണ്ടായിരുന്നു. ഷാനവാസും അപ്പാനിയും കൂടെ ഒരു ചെറിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് അവിടെ. പിന്നെ ഇതിന്റെ ഇടയിൽ അടുത്തതായിട്ട് നടക്കുന്നത് എന്താന്ന് വെച്ചാൽ മിഡ് വീക്ക് എവിക്ഷന്റെ ആ ഒരു എന്താണ് അതിന്റെ ഇതെന്ന് പറയുന്നത്. അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് മിഡ് വീക്ക് എവിക്ഷൻ അല്ല, മിഡ് വീക്ക് സസ്പെൻഷൻ ആണ്. അതായത് രണ്ടുപേരെ അതായത് ടാസ്കിൽ തോൽക്കുന്ന 2 പേരെ ബിഗ് ബോസ് അജ്ഞാതവാസത്തിൽ വിടും. അവരുമായിട്ട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, ക്യാമറ ഉണ്ടാവില്ല. അതായത് സമയത്തിന് ഭക്ഷണം മാത്രം കിട്ടും, വേറെ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ സീസൺ 4 റോബിൻ കിടന്ന ഒരു, അതായത് റോബിൻ റിയാസിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് കിടന്ന, എനിക്ക് തോന്നുന്നു അതേ ടൈപ്പ് ഒരു അജ്ഞാതവാസമായിരിക്കും. അവർ രണ്ടുപേരും അതിനായിരിക്കും പോകുന്നത്. ഇനി ഇവർ രണ്ടുപേരും ഒരുമിച്ചിടോ അതോ സെപ്പറേറ്റ് ആയിട്ട് ഇടോ എന്നൊന്നും അറിയില്ല. അങ്ങനെ അവർ അതിനായിരിക്കും പോകുന്നത്. പക്ഷെ ഇവർക്ക് ഓരോരുത്തർക്കും 500 പോയിന്റ്സ് വീതം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. ഈ 500 പോയിന്റ്സ് ഷോപ്പിംഗ് പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സ് ഇവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിൽ ഇവര് 2 പേര് എവിക്റ്റ് ആകുമ്പോൾ ഈ 500 പോയിന്റ്സ് എന്ന് വെച്ചാൽ 1000 പോയിന്റ്സ് വീട്ടുകാർക്ക് ഉപയോഗിക്കാം. അതായത് വീട്ടുകാർക്ക് ഷോപ്പിംഗ് നടത്താൻ, എനിക്ക് തോന്നുന്നു പണിപ്പുരയിലല്ലേ ഷോപ്പിംഗ് നടക്കുന്നത്, അപ്പൊ പണിപ്പുരയിൽ പോയി ഷോപ്പിംഗ് നടത്താൻ ഇവർക്ക് ഉപയോഗിക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പൊ വീട്ടുകാർക്ക് വേണമെങ്കിൽ ഇവർ തിരിച്ചു കൊണ്ടുവരാം, ഇല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ പറഞ്ഞേക്കാം. അത് വീട്ടുകാരുടെ ഇഷ്ടമാണെന്നും, അതായത് ബാക്കിയുള്ള ഹൗസ്മേറ്റ്സിന്റെ ഇഷ്ടമാണെന്നും ബിഗ് ബോസ് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടാസ്കിന്റെ ഭാഗമായിട്ട് ഈ മിഡ് വീക്ക് എവിക്ഷൻ ടാസ്ക് വന്നപ്പം വീക്ക്ലി ടാസ്ക് നടന്നിട്ടില്ല. വീക്ക്ലി ടാസ്ക് എന്തോ അവർ നടത്താത്തതെന്ന് അറിയില്ല. മിഡ് വീക്ക് എവിക്ഷൻ ടാസ്കിന്റെ കാര്യം ഫസ്റ്റ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ മിഡ് വീക്ക് എവിക്ഷൻ ടാസ്കിന്റെ മാറ്റർ തന്നെയാണ് വരുന്നത്. അതായത് കാവലാൾ എന്ന് പേരിട്ടാണ് നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുന്നത്. ഈ മിഡ് വീക്ക് എവിക്ഷൻ ടാസ്കുകൾ പോകുന്ന 6 പേരും അവർക്ക് വേണ്ടിയിട്ട് 2 പേരെ, അതായത് അവരുടെ സഹായികളായിട്ട് 2 പേരെ സെലക്ട് ചെയ്യണം. അതാണ് ഇത് നടക്കുന്നത്. ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നിയത് ബുദ്ധിപൂർവ്വം ഇത്തിരി സെലക്ട് ചെയ്തത് ഒന്ന് നമ്മുടെ റെനയാണ്. റെന കുറച്ചുകൂടെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള നമ്മുടെ ആര്യനെയും അതുപോലെ ജിസയിനെയും. പക്ഷെ ഇവരൊരു 3 പേരൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, റെനയും ആര്യനും ജിസയിലും. ആര്യനാണെങ്കിൽ ഈ ടാസ്ക് കളിക്കാനുള്ള ഭയങ്കര കുറച്ച് ആക്റ്റീവാണ് ടാസ്കിലൊക്കെ. അങ്ങനെ അവര് റെന ഫസ്റ്റ് ചൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനീഷ് ചൂസ് ചെയ്യുന്നത് അപ്പാനി ശരത്തിനെയും അനിമോളയാണ്. അതായത് അനീഷിന് ഓപ്പോസിറ്റ് ആയിട്ട് മെയിൻ ആയിട്ട് നിൽക്കുന്ന ഇവർ 2 പേരാണ് അനീഷ് ചൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒനീൽ ചൂസ് ചെയ്യുന്നത് രാവിലെ ഒനീലിനെ ചീത്ത വിളിച്ച അക്ബറിനെയും ഷാനവാസിനെയാണ് ഒനീൽ ചൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സരിക ചൂസ് ചെയ്യുന്നത് നെവിനെയും അതുപോലെ അഭിലാഷിനെയാണ്. ലാസ്റ്റ് നമ്മുടെ ശാരിക ഉണ്ട് കേട്ടോ, രേണുസുതി ചൂസ് ചെയ്യുന്നത് നമ്മളെ ഈ ശൈത്യനെയും, പിന്നെ ആരെയാണ്, ഒരാളെയും കൂടെ ഉണ്ട്, ശൈത്യനെയും പിന്നെ ഒരാളെയും കൂടെയാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ മറന്നു കേട്ടോ, ഓർത്തിട്ട് പറയാം. പിന്നെ ലാസ്റ്റ് ഉള്ളത് ശാരിക ഇനി ബാക്കി നിൽക്കുന്ന 2 പേരെയാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അനുമോളും ജിസയിലും, അതായത് ജിസയിലിന് വാർണിംഗ് ലഭിക്കുന്നുണ്ട്. അതായത് ജിസയിലിന്റെ ഡ്രസ്സിന്റെ ആ കാര്യത്തിൽ ബിഗ് ബോസ് ജിസയിലിന് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അനുമോളും ജിസയിലും തമ്മിലൊരു അടി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതില് അനുമോള് ജിസയില് ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട്. ശരിക്കും ബോഡി ഷേമിങ് അല്ല, ജിസയില് കാര്യം പറഞ്ഞതാ. അത് ഒരു ആ ടോണ് പ്രശ്നമായിപ്പോയി, അതായത് ടോൺ മാറിപ്പോയി. എന്നിരുന്നാലും എനിക്ക് പേഴ്സണലി അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ബോഡി ഷേമിങ് അനുഭവിച്ചൊരു വ്യക്തി തന്നെയാണ്, ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അനുമോളുടെ ആ ഒരു ഫീലിങ്സ്, അനുമോൾ അത് ഒരുപാട് കേട്ടിട്ടുള്ളതുകൊണ്ട് അനുമോൾക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അനുമോൾ അങ്ങനെ അവിടെ പൊട്ടിക്കരയാണ്. അങ്ങനെ ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കുകയാണ് നമ്മുടെ
ജിസയിലിന് ബിഗ് ബോസ് തന്നെ വാർണിംഗ് കൊടുക്കുകയാണ് അവിടെ. അങ്ങനെ ഇവർ ടാസ്ക് തുടങ്ങി. ടാസ്ക് എന്താന്ന് വെച്ചാൽ ഒരു ഇതുണ്ടായിരിക്കും, അതായത് ചെളി നിറച്ച ഒരു സ്പേസും ഉണ്ടായിരിക്കും, ഒരു ട്രഷർ ബോക്സും ഉണ്ടായിരിക്കും, ഒരു വെള്ളം നിറച്ച് വെച്ച ഒരു ഡ്രമ്മല്ല ഒരു ട്രേ ഉണ്ടായിരിക്കും. ഈ ട്രേക്കകത്ത് ഈ ട്രഷർ ബോക്സിന്റെ ഇതുണ്ട്, താക്കോലുണ്ട് ട്രഷർ ബോക്സ് തുറക്കാനുള്ള. ആ ട്രഷർ ബോക്സ് തുറന്ന് നമ്മുടെ ഫിസിക്കലി നമുക്ക് ഹാംഫുൾ ആവാതിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സുരക്ഷാ സാധനങ്ങളുണ്ടല്ലോ, സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഇവിടെ കൈമുട്ടിലും കാൽമുട്ടിലും പിന്നെ ഗ്ലൗസ്, സ്പെക്സ് ഇതൊക്കെ ഉണ്ട്. അത് എടുത്ത് ധരിച്ചതിന് ശേഷം നേരെ ആ ഒരു ഇതിലോട്ട് ഇറങ്ങുക, അതായത് ആ ചെടിയിലോട്ട് ഇറങ്ങുക, മാക്സിമം കോയിൻ കളക്ട് ചെയ്യുക. കോയിൻ ടാസ്ക് ആണ് ഇവിടെ നടന്നത്, കോയിൻ കളക്ട് ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് ആ ടാസ്ക് തുടങ്ങി. പക്ഷെ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് നല്ല ടാസ്ക് ആയിരുന്നു. ബിഗ് ബോസ് ബുദ്ധിപൂർവ്വം ആലോചിച്ച് നല്ലൊരു ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തത്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, സീസൺ 5 നമ്മുടെ എക്സ്ട്രാ പോയിന്റിന് വേണ്ടി, അതായത് ഈ ടിക്കറ്റ് ഫിനാലിക്ക് എക്സ്ട്രാ പോയിന്റിന് വേണ്ടിയിട്ട് ഒരു ടാസ്ക് ലാലേട്ടൻ കൊടുത്തില്ലേ. എനിക്ക് ആ ടാസ്ക്കാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. കാരണം ഇവർ ആദ്യം റിബൺ ചുറ്റിയിട്ട് അതിൽ നിന്നും ആ കത്രിക എടുത്ത് ആ ഇത് തുറന്ന്, അതായത് ഇതിലൂടെ നെറ്റിലൂടെ ഇഴഞ്ഞിട്ട് ആ ട്രഷർ ബോക്സ് താക്കോല് കൊണ്ട് തുറന്ന് പസിൽ വെക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതും ഇതുമായിട്ട് വലിയ വ്യത്യാസം ഉണ്ട്, എന്നാലും പെട്ടെന്ന് എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഫസ്റ്റ് ശൈത്യയാണ് തുറക്കുന്നത്. ശൈത്യ എന്ന് പറയുന്നത് നമ്മുടെ രേണുസുധിയുടെ ടീമാണ്. പിന്നീട് ഓരോരുത്തരുടെ തുറക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് തുറക്കുന്നത് അപ്പാനിയാണ്. ഏറ്റവും ലാസ്റ്റ് തുറക്കുന്നത് അപ്പാനിയാണ് ഒരു ബോക്സ് തുറക്കുന്നത്. അതിനുശേഷം ഇവർ കോയിൻസ് മാക്സിമം കളക്ട് ചെയ്ത് ഇവർ അത്രയും ചെളിയിലങ്ങ് പുരണ്ടു പോയി. അങ്ങനെ ലാസ്റ്റ് കോയിൻ ടാസ്കിലെ റിസൾട്ട് പറയാണ്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയത് റെനയാണ്. റെനയ്ക്ക് 15 കോയിൻസ് ആണ് കിട്ടിയത്. റെനയ്ക്ക് കിട്ടിയ പോയിന്റ് 6. സെക്കൻഡ് വന്നത് നമ്മുടെ സരികയാണ്, കലാഭവൻ സരികയാണ് സെക്കൻഡ് വന്നത്. സരിക 14 കോയിൻസ് എടുത്തു. അങ്ങനെ 5 പോയിന്റ്സ് സരികയ്ക്ക് വന്നു. തേർഡ് നമ്മളെ രേണുസുധിക്ക് കിട്ടിയത് എത്ര പോയിന്റ്സാ? 13 പോയിന്റ്സ് ആണ്. അങ്ങനെ രേണുസുധിക്ക് 4 പോയിന്റ് വരെയാണ്, പോയിന്റ് അല്ല കേട്ടോ, കോയിൻ. 13 കോയിൻസും 4 പോയിന്റും. പിന്നീട് വന്നത് ഒനീലാണ്. ഒനീലിന് 12 കോയിൻസ് ആണ് കിട്ടിയത്. അങ്ങനെ ഒനീൽ മൂന്നാമത്തെ 3 പോയിന്റും. പിന്നീട് ലാസ്റ്റ് ശാരിക 9 കോയിൻസ് കിട്ടി, സെക്കൻഡ് 2 പോയിന്റ്സും. അനീഷ് 3 കോയിൻസ് കിട്ടി, 1 പോയിന്റ്. അങ്ങനെ അനീഷും സാരികയാണ് ഇപ്പോൾ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. ഇനി ഇതിന് ശേഷം ഈ രേണു ശാരിക്കും തമ്മിലുള്ള ടോക്കാണ്. അക്ബർ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തില്ലേ, അതിനെ പറ്റിയിട്ടുള്ള ഒരു ടോക്കാണ് നടക്കുന്നത്. ഇതിനിടയ്ക്ക് അക്ബർ നമ്മുടെ ഈവനിങ് ഡിന്നറിന് ഒരു ഹാർട്ട് ഷേപ്പിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അക്ബർ കൺവീൻസ് ചെയ്യണമല്ലോ രേണുസുധീനെ. അതിന് വേണ്ടിയിട്ട് ഒരു ഹാർട്ടൊക്കെ ഉള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ രേണു ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ കൺവീൻസ് ആവുന്നില്ല. ഞാൻ ഒരിക്കലും കൺവീൻസ് ആവില്ല എന്നൊക്കെ പറഞ്ഞാൽ ചപ്പാത്തിയുടെ ഒരു പീസൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നെവിനാണെങ്കിൽ അവിടെ കിടന്ന് നെവിൻ്റെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ആണ്. അതായത് നെവിനാണ് നമ്മുടെ വെസൽ ക്ലീനിങ്ങിന്റെ ക്യാപ്റ്റൻ. അപ്പൊ നെവിൻ ഇനി ആൾക്കാരുടെ ആരും പാത്രം കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ടോക്ക് അവിടെ നടത്തുന്നുണ്ട്. പിന്നീട് നടന്ന എന്താന്ന് വെച്ചാൽ ജീവിതകഥ ടാസ്ക് ആണ്. അതായത് നമ്മള് എല്ലാ സീസണിലും ഉള്ളതുപോലെ ജീവിതകഥ പറയുക ആ ടാസ്ക് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ സീസൺ 5 പോയി. നമ്മുടെ സനാ സ്റ്റോറിയൊക്കെ പെട്ടെന്ന് അങ്ങ് ഓർത്തുപോയി. അതൊക്കെയായിരുന്നു സ്റ്റോറി. അങ്ങനെ ജീവിതകഥ ടാസ്കിൽ ഫസ്റ്റ് ശാരിക, രേണുസുധി, ഒനീൽ ഇവരൊക്കെയാണ് സംസാരിക്കുന്നത്. എനിക്ക് 3 പേര് നന്നായിട്ട് തന്നെ സംസാരിച്ചു. ശാരിക നല്ല ബോൾഡായിട്ട് നല്ല പക്വതയോടുകൂടി സംസാരിച്ചു. രേണു കുറച്ച് ആക്റ്റീവായിട്ട് ഡ്രാമാറ്റിക് ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. മിക്കവർക്കും ബോർ അടിക്കുന്ന പോലെയാണ് മിക്കവരും ബിഹേവ് ചെയ്തത്. ഒനീല് കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ചത്. ഏതായാലും ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. പിന്നെ ഇന്ന് ബി പ്ലസിലും കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര വലിയ കോണ്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബി പ്ലസും കൂടെ ആഡ് ചെയ്ത് ഇടാത്തത്. എന്നിരുന്നാലും നോക്കാം, നമുക്ക് ആരാണ് മിഡ് വീക്ക് സസ്പെൻഷനായിട്ട് ഏകാന്ത വാസത്തിന് പോകുന്നത് നമുക്ക് നോക്കാം.
ഏതായാലും നല്ലൊരു എനിക്ക് ഒന്നുകൂടെ പറയണം, എനിക്ക് ആ ടാസ്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു മിഡ് വീക്ക് എവിക്ഷൻ ടാസ്ക് ആയിരുന്നു. അത് മാത്രമല്ല, ഇതുപോലത്തെ ടാസ്ക് ആയിരുന്നോ ഇനി അതോ ഇതിൽ കൂടുതൽ കഠിനമായിട്ടുള്ള ഒരു ടാസ്ക് ആണോ, ഇവർ ഇൻഡിവിജ്വൽ ചെയ്യേണ്ട ടാസ്ക് ഒക്കെ വരുമോ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. സോ താങ്ക് യു ഓൾ. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.